ഹലോ മക്കളെ, നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ മാക്സിമം കോഡ് വെച്ച് തന്നെയാണ് എടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും കോഡ് വെച്ച് തന്നെയാണ് പറയുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വേദികളാണ്. അതായത് കായികവുമായി ബന്ധപ്പെട്ട വേദികളല്ല പറയുന്നത്. പകരം ഓരോരോ മീറ്റിങ്ങുകൾ ഉണ്ടല്ലോ, അതായത് ഉച്ചകോടികൾ, G20 ഉച്ചകോടി, G7 ഉച്ചകോടി, നാറ്റോ സബ്മിറ്റ്, ഇങ്ങനെ കേൾക്കാറില്ലേ നിങ്ങൾ? അപ്പോൾ ഇത്തരത്തിൽ PSCക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചോദ്യമാണ് അത്. മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്തരത്തിലൊരു ചോദ്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ വേദികൾ നമുക്ക് ആദ്യം പറഞ്ഞു പോകാം. കോഡ് വെച്ചാണ് പറയുന്നത്. നല്ല കോഡുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന കോഡുകൾ പറയുന്നു. നിങ്ങൾക്ക് ഇതിലും നല്ല കോഡുകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് രേഖപ്പെടുത്താം. അല്ലെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ആകെ ആവശ്യപ്പെടുന്നത് ഒരു കമൻറ്റ് മാത്രമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ചെയ്യുക. കമൻറ്റുകൾ കുറയുമ്പോഴാണ് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും കുറയുന്നത്. സമയം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല, സമയം ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭ്യർത്ഥനയാണത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ നാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലേ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക്. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ, അതേപോലെ തന്നെ നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്കയിലെ രാജ്യങ്ങളുടെയും ഒരു സംഘടനയാണ് നാറ്റോ എന്ന് പറയുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ 1949 ഇത് രൂപം കൊള്ളുന്നത്. ഇപ്പോൾ രൂപം കൊള്ളുന്ന സമയത്ത് 12 രാജ്യങ്ങളായിരുന്നു. നിലവിൽ അതിൽ 32 രാജ്യങ്ങൾ അംഗമാണ്. PSC ഇപ്പം അടുത്ത് നാറ്റോനെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലേറ്റവും അവസാനമായിട്ട് അതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിൽ അംഗമായ രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ്. സ്വീഡൻ അതിനു മുമ്പ് 2024 സ്വീഡൻ അംഗത്വം നേടിയത്. അതിനു മുമ്പ് 2023 ഫിൻലാൻഡ് അംഗത്വം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 2023 അംഗമായ രാജ്യം ഫിൻലാൻഡും 2024 അംഗമായ രാജ്യം സ്വീഡനുമാണ്. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലൊരു സംഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ അംഗങ്ങൾക്ക് നേരെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നിച്ച് നേരിടുക എന്നുള്ളതായിരുന്നു ഈ ഒരു സംഘടനയുടെ തന്നെ, നാറ്റോ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ തന്നെ ലക്ഷ്യം. ഇതിൽ നിങ്ങൾക്കറിയാം, ഉക്രൈൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം ഇതിൽ അംഗത്വം എടുക്കാൻ ശ്രമിച്ചതാണ് ഒരു കാരണം. നമ്മുടെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഉക്രൈൻ ഈ നാറ്റോ എന്ന് പറഞ്ഞ ഈ ഇതിലെ സംഘടനയിൽ അംഗത്വം നേടാൻ ശ്രമിച്ചതായിരുന്നു. അപ്പോൾ ഇപ്പൊ നമ്മളോട് ചോദിക്കാറ് ഏറ്റവും അവസാനമായിട്ട് അംഗത്വം എടുത്ത രാജ്യമാണ്, അത് സ്വീഡനാണ്. 2024 അംഗത്വം എടുത്തത്. അതിനു മുമ്പ് 2023 ഫിൻലാൻഡ് അംഗത്വം എടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പം നമുക്ക് ഇതിന്റെ സബ്മിറ്റുകളുടെ സ്ഥലം അല്ലേ നമുക്ക് നോക്കാമല്ലോ, ഉച്ചകോടിയുടെ എവിടേക്കാണ് നടന്നതെന്നുള്ളത്. അപ്പം നമ്മൾ 2023 തൊട്ടാണ് നോക്കുന്നത്. ഇപ്പം നമ്മൾ നിലവിൽ 2025 അല്ലേ, അപ്പോൾ 2 വർഷം പുറകിലോട്ട് എന്നുള്ളൊരു കണക്കിൽ 2023 തൊട്ടിട്ടുള്ള ഇതിന്റെ ഉച്ചകോടിയുടെ മീറ്റിങ്ങിന്റെ വേദികളാണ് പറയുന്നത്. അപ്പൊ കോഡ് വെച്ച് നമ്മൾ നാറ്റോ എന്ന് പറയുമ്പോൾ ഒരു നാറ്റം എന്നാണ് എപ്പോഴും ഓർക്കുക. നാറ്റോ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നാറ്റോ എന്ന് പറയുമ്പോൾ ഒരു നാറ്റം എന്ന് തോന്നുന്നില്ലേ? നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ അനിയന്മാരോ അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ കളിച്ച് വന്നിട്ട് വൈകിട്ടൊക്കെ പോയി ഓടിച്ചാടിയൊക്കെ കളിച്ച് വന്നിട്ട്, ഇപ്പോഴത്തെ കുട്ടികളല്ല പണ്ടത്തെ കുട്ടികൾ, അവർ കളിച്ച് വന്നിട്ടല്ലേ, അനിയന്മാരൊക്കെ കളിച്ച് വന്നിട്ട് ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോയി കളിച്ച് വന്നിട്ട് ഇവർ നേരെ വന്ന് കുളിക്കൊന്നുമില്ല. നേരെ വന്ന് TV വെച്ചിട്ട് TV നോക്കിയാൽ സോഫയിൽ അങ്ങനെ കിടക്കും അല്ലേ. അവരെന്തെങ്കിലും അടുക്കളയിൽ നിന്ന് വല്ല ചിപ്സൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ കുറിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ പറയില്ലേ, വയർത്ത് മുഷിഞ്ഞ് ഇങ്ങനെ നിറച്ച അഴുക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരോട് പറയാറില്ലേ, അനിയ ഒന്ന് പോയി കുളിക്ക്, നിന്നെ നാറിയിട്ട് പാടില്ല എന്ന് പറയാറില്ലേ? അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ അനിയന്മാരുണ്ടെങ്കിൽ തീർച്ചയായും പറഞ്ഞിട്ടുണ്ടാവും, അനിയ ഒന്ന് പോയി കുളിക്ക്, നിന്നെ നാറിയിട്ട് പാടില്ല എന്നല്ലേ. അപ്പം അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ കോഡ് എന്ന് പറയുന്നത്. അപ്പം നാറ്റോ എന്ന് പറയുമ്പോൾ നാറ്റം എന്നാണ് ഓർക്കേണ്ടത്. അപ്പോൾ നാറ്റോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നാറ്റം എന്ന് ഓർമ്മ വരണം. അപ്പം നമ്മൾ അനിയനോട് എന്താണ് പറയുന്നത്? അനിയ നീ ഒന്ന് കുളിച്ചിട്ട് വാ അല്ലേ, അനിയ കുളിച്ചിട്ട് വാ, നിന്നെ നാറുന്നു, അനിയ കുളിച്ചിട്ട് വാ, നിന്നെ നാറുന്നു എന്ന് ഓർക്കണം. അപ്പൊ അനിയ എന്നതിൽ നിന്നും ലിത്വാനിയ 2023 നാറ്റോന്റെ ഉച്ചകോടി നടന്ന സ്ഥലം ലിത്വാനിയ. അനിയ എന്നതിൽ നിന്നും ലിത്വാനിയയാണ് 2023 നാറ്റോ ഉച്ചകോടി നടന്നത്. 2024 വാഷിംഗ്ടൺ DC. അനിയനോട് നമ്മൾ കുളിക്കാനല്ലേ പറഞ്ഞത്, അപ്പൊ വാഷ് ചെയ്യുക, അങ്ങനെ ഓർത്താൽ മതി, വാഷ് ചെയ്യുക. വാഷിംഗ്ടൺ DC ആണ് 2024 നാറ്റോ നടന്നത്. 2025 നെതർലാൻഡ് ആണ്. നിന്നെ നാറുന്നു എന്ന് പറഞ്ഞില്ലേ, നിന്നെ നാറുന്നു. അപ്പൊ നീ എന്നതിൽ നിന്നും നെതർലാൻഡ്, നിന്നെ നാറുന്നു, നീ എന്ന് പറയുമ്പോൾ നമ്മൾ NE എന്നല്ലേ എഴുതാം. അപ്പൊ നെതർലാൻഡ് ആണ് 2025 വേദി എന്ന് പറയുന്നത്. നിന്നെ നാറുന്നു, അപ്പൊ നാറുന്നു എന്നതിൽ നിന്നും നാറ്റോ എന്നും ഓർക്കാം.
അനിയ കുളിച്ചിട്ട് വാ നിന്നെ നാറുന്നു. അനിയ ലിത്വാനിയ കുളിച്ചിട്ട് വാ വാഷ് ചെയ്യുക. വാഷിങ്ടൺ DC ആണ് 2024 വേദി. നിന്നെ നാറുന്നു, അപ്പം നീ എന്നതിൽ നിന്നും നെതർലാൻഡ് ആണ് 2025 വേദി എന്നുള്ളത്. അപ്പോൾ 2-3 തവണ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ കോഡൊന്ന് ഓർക്കുക. നാറ്റോൻ്റെ മീറ്റിങ്ങുകൾ എവിടെയാണ് നടന്നത്, എന്താണ് മിസ് കോഡ് പറഞ്ഞത്, നാറുന്നു വെച്ചിട്ടാണല്ലോ കോഡ് പറഞ്ഞത്. ആരെയാണ് നാറുന്നത്? അനിയന അല്ലേ. അപ്പം അനിയനോട് നമ്മൾ പറയാണ് അനിയ നീ കുളിച്ചിട്ട് വായോ അല്ലെ, നിന്നെ നാറുന്നു എന്ന് പറയണം. അപ്പം അനിയ എന്നതിൽ നിന്നും ലിത്വാനിയ 2023 വേദി. കുളിച്ചിട്ട് വാ വാഷ് ചെയ്തിട്ട് വാ എന്നതിൽ നിന്നും വാഷിങ്ടൺ DC ആണ് 2024 വേദി. 2025 വേദി നെതർലാൻഡ് ആണ്. നിന്നെ നാറുന്നു എന്നതിൽ നിന്നും നെതർലാൻഡ് ആണ് 2025 വേദി. അവിടെ അതിൻ്റെ ജനറൽ സെക്രട്ടറി കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. മാർക്ക് റൂട്ടെ ആണ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. മാർക്ക് റൂട്ടെ. അപ്പം നിങ്ങൾക്ക് മാർക്ക് നമ്മൾ സാധാരണ പലരുടെയും അനിയന്മാരുടെ മാർക്കൊക്കെ വളരെ നാറ്റക്കേസാണ് അല്ലേ. നമുക്ക് ആരെടുത്തും പറയാൻ സാധിക്കുന്ന ഒരു മാർക്കല്ല. അപ്പം അങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. അനിയന്മാരുടെ മാർക്ക് നമുക്ക് ആരെടുത്തും പറയാൻ സാധിക്കില്ലല്ലോ, ഭയങ്കര നാറ്റക്കേസാണ്. അതായത് വളരെ കുറവ് മാർക്കൊക്കെ ആയിരിക്കും മിക്കപ്പോഴും അവർ വാങ്ങിക്കുക. അപ്പം മാർക്ക് റൂട്ടെ ആണ് ഈ നാറ്റോയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ G7 ഉച്ചകോടിയാണ് പറയുന്നത്. G7 എന്ന് പറയുമ്പോൾ തന്നെ അറിയാലേ, വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. അതായത് സമ്പന്ന രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ശരിക്കും G7 എന്ന് പറയുന്നത്. സമ്പന്ന രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ രാഷ്ട്രങ്ങളാണ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. UK US അല്ലെ, യുണൈറ്റഡ് കിങ്ഡവും അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയും വരും, UK വരും, US വരും. ആ US തൊട്ട് മുകളിൽ ഒരു സമ്പന്ന രാഷ്ട്രം കിടക്കുന്നുണ്ടല്ലോ, അതാണ് കാനഡ അല്ലെ. കാനഡയും ഇതിൽ അംഗമാണ്. അപ്പം തന്നെ 3 രാഷ്ട്രങ്ങൾ കഴിഞ്ഞു. US UK കാനഡ 3 കഴിഞ്ഞില്ലേ. ഇനി ഇറ്റലി ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ 7 രാജ്യങ്ങളും കഴിഞ്ഞു. US UK കാനഡ, ഇറ്റലി ഫ്രാൻസ് പിന്നെ ജർമ്മനി ജപ്പാൻ ഈ 7 രാജ്യങ്ങളേ ഉള്ളൂ G7 ഉച്ചകോടിയിൽ. നമുക്ക് കോഡൊക്കെ വെച്ച് പറയാൻ പറ്റും, പക്ഷെ അവസാനം ഇത് എന്തിൻ്റെ കോഡാണ് ഏത് കോഡാണെന്നൊക്കെ മറന്നുപോകും. അതുകൊണ്ടാണ് കുറേ കോഡുകൾ പറയാത്തത്. G7 ഉച്ചകോടി എന്ന് പറയുമ്പോൾ 7 രാജ്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? സമ്പന്ന രാഷ്ട്രങ്ങളാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ സമ്പന്ന രാഷ്ട്രങ്ങൾ ഓർമ്മ വരണം. US UK ഉണ്ട്, കാനഡയുണ്ട്, പിന്നെ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി ജപ്പാനാണ് ഇതിൻ്റെ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ G7 രാജ്യങ്ങൾ. ഇനി ഇതിൻ്റെ ഉച്ചകോടി നടന്നത് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഓൾറെഡി, ഇത് സമ്പന്ന രാഷ്ട്രങ്ങളാണല്ലേ. G7 സമ്പന്ന രാഷ്ട്രങ്ങളാണ്, സമ്പന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഓർക്കാം, ഈ സമ്പന്ന രാഷ്ട്രങ്ങളെല്ലാം പാനിലാണ് ഇഡലി കുക്ക് ചെയ്യുന്നത്. സമ്പന്ന രാഷ്ട്രങ്ങൾ, നമ്മളൊക്കെ ഇഡ്ഡലി പാത്രമൊക്കെ ഉള്ളത്, നമുക്ക് ഇഡ്ഡലി പാത്രവും ഇഡ്ഡലി ചെമ്പും എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അവരതൊന്നല്ല, അവർ പാനിലാണ് ഇഡ്ഡലി കുക്ക് ചെയ്യുക എന്ന് ഓർക്കുക. സമ്പന്ന രാഷ്ട്രങ്ങളാണ്. അപ്പോൾ സമ്പന്ന രാഷ്ട്രങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ പാനേ ഉള്ളൂ. നമ്മുടെ ഈ ലോക്കൽസിൻ്റെ കയ്യിലുള്ള ഇഡ്ഡലി പാത്രമൊന്നും ഇല്ല അവരുടെ കയ്യിൽ. അവർ പാനിലാണ് ഇഡ്ഡലി കുക്ക് ചെയ്യുക എന്ന് ജസ്റ്റ് ഓർക്കാം. അപ്പോൾ G7 2023 വേദി എന്ന് പറയുന്നത് പാൻ എന്നതിൽ നിന്നും ജപ്പാനിലാണ് 2023 G7 ഉച്ചകോടി നടന്നത്. ഇഡ്ഡലി കുക്ക് ചെയ്യുക. അപ്പൊ ഇഡ്ഡലി എന്നതിൽ നിന്നും ഇറ്റലിയിലാണ് 2024 G7 ഉച്ചകോടി നടന്നത്. അപ്പൊ 2024 G7 ഉച്ചകോടി നടന്നത് ഇറ്റലിയിലാണ്. കുക്ക് ചെയ്യുക, അവിടെ കുക്ക് ചെയ്യുക എന്നുള്ളത് കാനഡയാണ്. കാരണം ആ വെച്ചിട്ട് ആ G7 വരുന്ന ആകെ ഒരു രാജ്യം കാനഡ മാത്രമാണ് അല്ലെ. അപ്പൊ കുക്ക് ചെയ്യുക എന്നുള്ളത് കാനഡയാണ് 2025 വേദി. കിട്ടിയോ നിങ്ങൾക്ക്? G7 എന്ന് പറയുമ്പോൾ തന്നെ സമ്പന്ന രാഷ്ട്രങ്ങളാണ് അല്ലെ. സമ്പന്ന രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് G7. അതുകൊണ്ട് തന്നെ സമ്പന്നരായിട്ടുള്ളവർ അല്ലെങ്കിൽ സമ്പന്ന രാഷ്ട്രങ്ങളിലൊക്കെ പാനിലാണ് ഇഡലി കുക്ക് ചെയ്യുന്നത്. പാൻ എന്നതിൽ നിന്നും ജപ്പാനിലാണ് 2023 G7 ഉച്ചകോടി നടന്നത്. 2024 അത് ഇറ്റലിയിലാണ് ഇഡലി കുക്ക് ചെയ്യുക. അപ്പൊ ഇറ്റലിയിലാണ് G7 ഉച്ചകോടി നടന്നത് 2024. 2025 കാനഡയിലാണ് നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെയാണ് G20 ഉച്ചകോടിയും ചോദിക്കാറുണ്ട്. G20 നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. 2023 ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നതെന്ന്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇന്ത്യയിൽ വെച്ച് നടന്നത് വസുദൈവ കുടുംബം അല്ലേ, 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു അതിൻ്റെ ഇതെന്ന് പറയുന്നത്, തീം എന്ന് പറയുന്നത് അല്ലേ. 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ, അഥവാ വസുദൈവ കുടുംബം. അതായത് ഒരൊറ്റ കുടുംബമേ ഉള്ളൂ, നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗമാണ് എന്നുള്ളൊരു തീമായിരുന്നു നമ്മൾ G20 2023 ഇന്ത്യയിൽ വെച്ച് നടന്നപ്പോൾ അല്ലെ. ഇന്ത്യയിൽ വെച്ച് നടന്നപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഓരോ മീറ്റിങ്ങുകളും പ്രത്യേകം എടുത്ത് പഠിച്ചാണ്. ഹെൽത്ത് മീറ്റിംഗ് അല്ലെ, ആരോഗ്യമന്ത്രിമാരുടെ മീറ്റിംഗ്, അതുപോലെ വിദേശ മന്ത്രിമാരുടെ മീറ്റിംഗും ഷെർപ്പ മീറ്റിംഗ്, ഇതൊക്കെ എവിടെ വെച്ച് നടന്നു എന്നൊക്കെ നമ്മൾ ഓരോന്നും എടുത്ത് പഠിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും 2023 G20
വേദി എന്ന് പറയുന്നത് ഇന്ത്യ ആയിരുന്നു. 2023 ഇന്ത്യ ആയിരുന്നു വേദി എന്നുള്ളത്. അപ്പം നമ്മൾ അവിടെ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ മുന്നോട്ട് വെച്ച തീം എന്തായിരുന്നു? സാഹോദര്യമാണ് അല്ലെ, ബ്രദർഹുഡ് അല്ലേ നമ്മൾ മുന്നോട്ട് വെച്ചത്. വസുദൈവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗമാണെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ്, ബ്രദർഹുഡ് ആണ്, സാഹോദര്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അപ്പൊ അങ്ങനെ തന്നെ ഓർത്താൽ നമുക്ക് അവിടെ ബാക്കിയുള്ള വർഷങ്ങൾ കൂടി കിട്ടും. അതായത് 2023 നമുക്ക് ഇന്ത്യ എന്നറിയാം. 2024 ബ്രദർഹുഡ് എന്ന് പറയുമ്പോൾ ബ്രസീലാണ് 2024 വേദി എന്ന് പറയുന്നത്. സാഹോദര്യം എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് 2025 വേദി. 2023 ഇന്ത്യയാണ്, 2024 ബ്രദർഹുഡ് ബ്രസീലാണ്, 2025 സാഹോദര്യം സൗത്ത് ആഫ്രിക്കയാണ്. നമ്മൾ ഈ കോഡിലുണ്ടല്ലോ, ഈ ഉച്ചകോടിയുടെ കോഡിൽ എപ്പോഴും സാ എന്നുള്ളത് സൗത്ത് ആഫ്രിക്ക വരെയേ ഉള്ളൂ. സൗത്ത് ആഫ്രിക്കന് എപ്പോഴും വരാം സാ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, G20 എന്ന് പറയുമ്പോൾ തന്നെ G20 2023 ഇന്ത്യയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വസുദൈവ കുടുംബം, 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു അതിൻ്റെ തീം എന്നൊക്കെ നമുക്കറിയാം. ഇന്ത്യ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് ബ്രദർഹുഡ്, അതായത് സാഹോദര്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൽ തന്നെ ബ്രദർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ബ്രദർഹുഡ് സാഹോദര്യം, ബ്രദർഹുഡ് എന്ന് പറയുമ്പോൾ ബ്രസീലിലാണ് 2024 വേദി നടന്നത്. 2025 സൗത്ത് ആഫ്രിക്കയാണ് നടന്നത്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഇതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം നമ്മളന്ന് നരേന്ദ്രമോദി ബ്രസീലിയൻ പ്രധാനമന്ത്രിക്ക് ഇത് നമ്മുടെ G20 അത് കൈമാറുന്നതൊക്കെ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ബ്രസീലിയൻ പ്രധാനമന്ത്രിക്കാണ് കൈമാറിയത്. ആ ഡേറ്റ് അടക്കം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി അറിയാത്തവർ ഇങ്ങനെ ഓർക്കുക, ജസ്റ്റ് വസുദൈവ കുടുംബം എന്നുള്ളതായിരുന്നു അതിന്റെ തീം. അപ്പോൾ സാഹോദര്യമാണ് മുന്നോട്ട് വെച്ചത്, അതായത് ബ്രദർഹുഡ്. അപ്പൊ ബ്രദർഹുഡ് എന്ന് പറയുമ്പോൾ ബ്രസീലാണ് 2024 വേദി, 2025 വേദി സാഹോദര്യം സൗത്ത് ആഫ്രിക്കയാണ് എന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഓർത്തു വെക്കാം. അടുത്തത് നമ്മുടെ ബ്രിസ്ക് സബ്മിറ്റിന്റെയാണ് പറയുന്നത്. ബ്രിസ്ക് എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു പണ്ട്? ആദ്യം 5 രാഷ്ട്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഏതൊക്കെയായിരുന്നു? ബ്രസീല്, B എന്ന് പറയുന്നത് ബ്രസീല്, R എന്ന് പറയുന്നത് റഷ്യ, I എന്ന് പറയുന്നത് ഇന്ത്യ, C എന്ന് പറയുന്നത് ചൈന, S എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക. ഈ 5 രാജ്യങ്ങളായിരുന്നു പണ്ട് ബ്രിസ്ക് സബ്മിറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് പുതുതായിട്ട് ജോയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് മെയിൻ ആയിട്ട് അറബ് രാജ്യങ്ങളിൽ, അതായത് UAE വരും, അതേപോലെ സൗദി അറേബ്യയും വരും. UAE ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്. പിന്നെ 3 ഈകളാണ് ജോയിൻ ചെയ്തത് അല്ലെ. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ I ആണെങ്കിലും നമ്മൾ ജസ്റ്റ് അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ E അല്ലേ വരാം. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക, 3 ഈകളാണെന്ന് ഓർത്തിരിക്കുക. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഈ 3 രാജ്യങ്ങളും. അങ്ങനെ മൊത്തത്തിൽ 5 രാജ്യങ്ങളാണ് 2024 ജോയിൻ ചെയ്തത്. എന്നാൽ 2025 ജനുവരിയിൽ ഒരു രാജ്യം കൂടി ചേർന്നു, ഇന്തോനേഷ്യയും കൂടി ചേർന്നു. ഇപ്പോൾ ടോട്ടൽ 10 രാജ്യങ്ങളാണ് ബ്രിസ്കിലുള്ളത്. 10 രാജ്യങ്ങളാണ്. അപ്പൊ 10 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഓർത്ത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഓൾറെഡി ഉണ്ടായിരുന്ന ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ 5 രാഷ്ട്രങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നത്. 2024 ജോയിൻ ചെയ്ത 4 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? UAEയും സൗദി അറേബ്യയും, പിന്നെ 3 ഈകൾ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ. അതിനുശേഷം 2025 ജനുവരി 1 ഒരു രാജ്യം കൂടി അതിന്റെ പെർമനന്റ് മെമ്പറായിട്ട് ജോയിൻ ചെയ്തു. അത് ഇന്തോനേഷ്യയാണ്. 2025 ജനുവരി 1 ഇന്തോനേഷ്യ കൂടി ബ്രിസ്കിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ ടോട്ടൽ എത്ര രാഷ്ട്രങ്ങളുണ്ട്? 10 രാജ്യങ്ങളാണോ ഈ കൂട്ടായ്മയിലുള്ളത്? 10 രാജ്യങ്ങളുണ്ട്. ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. 2025 ജനുവരി 1 ഇന്തോനേഷ്യ ഇതിൽ അംഗമായതെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെയും പാർട്ട് ടൈം മെമ്പേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഫുൾ ടൈം മെമ്പേഴ്സിനെ നോക്കിയാൽ മതി. ഇനി ഇതിന്റെ മീറ്റിങ്ങുകൾ നടന്നത് എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കണം അല്ലേ. അപ്പൊ ബ്രിസ്ക് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ബിസ്ക്കറ്റ് എന്നാണ് ഓർക്കാം. ബിസ്ക്കറ്റ് എന്ന് ഓർക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? ബ്രിസ്ക് എന്ന് പറയുമ്പോൾ ബിസ്ക്കറ്റ് എന്ന് ഓർക്കാം. അപ്പൊ ചൈനീസ് ബിസ്ക്കറ്റ് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം. ഞാനിത് പറയുമ്പോൾ ബ്രിസ്ക് എന്ന് പറയുമ്പോൾ ബിസ്ക്കറ്റ് ആണ് ഓർക്കേണ്ടത്. നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുലഭമായിട്ടുള്ളത് ചൈനീസ് സാധനങ്ങളാണല്ലോ. അപ്പൊ ചൈനീസ് ബിസ്ക്കറ്റ് നമ്മൾ അതിന്റെ മുകളിൽ കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ട് അത് നമ്മൾ ഈ ബർഗറിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. ചൈനീസ് ബിസ്ക്കറ്റ് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ചൈനീസ് ബിസ്ക്കറ്റ് അതുമേൽ കുറച്ച് സോസൊക്കെ ഒഴിച്ച് നമ്മൾ കഴിക്കാൻ പോകുന്ന ബർഗറിൻ്റെ ഉള്ളിൽ വെച്ചു. ഇപ്പം അതൊരു സാൻഡ്വിച്ച് പോലെയുണ്ട്. ബർഗറിനുള്ളിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം അതൊരു സാൻഡ്വിച്ച് പോലെയുണ്ട്. ഇപ്പം കഴിക്കാൻ നല്ല രസമാണ്. മനസ്സിലായോ? ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ബർഗർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചൈനീസ് ബിസ്ക്കറ്റ് എടുത്തിട്ട് അതുമ്പോൾ സോസൊക്കെ തേച്ചിട്ട് ഈ ബർഗറിൻ്റെ ഉള്ളിൽ വെക്കുന്നു. അങ്ങനെ അതിനൊരു സാൻഡ്വിച്ച് ആക്കി മാറ്റി കഴിക്കാൻ നല്ല ടേസ്റ്റ്, നല്ല രസമാണെന്ന് ഓർക്കാം. അതായത് ഇതിന്റെ കറക്റ്റ് ഇപ്പൊ ചൈനയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചൈനയിൽ എവിടെയാണ് നടന്നതെന്ന് പഠിക്കണം. ചൈനയിൽ ബീജിങ്ങിലാണ് നടന്നത്.
ചൈനീസ് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞത് ചൈനയിലെ ബീജിംഗ്, അങ്ങനെ തന്നെ പഠിക്കണം. ചൈന എന്ന് മാത്രം പഠിച്ചാൽ പോരാ, ചൈനയിലെ ബീജിംഗിലാണ് 2022 ബ്രിസ്ക് സബ്മിറ്റ് നടന്നത്. 2022 ബ്രിസ്ക് സബ്മിറ്റ് നടന്നത് ചൈനയിലെ ബീജിംഗിലാണ്. ചൈനീസ് ബിസ്ക്കറ്റ് എന്നല്ല നമ്മൾ പറഞ്ഞത്, അതുകൊണ്ട് ചൈനയിലെ ബീജിംഗ്. ഇനി നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ സോസ് ഒഴിച്ചിട്ട് ബർഗറിനുള്ളിൽ വെച്ചു അല്ലെ, സോസ് ഒഴിച്ചിട്ട് ബർഗറിനുള്ളിൽ വെച്ചു. അതായത് സോസ് എന്നുള്ളത് സൗത്ത് ആഫ്രിക്ക, ബർഗർ എന്നുള്ളത് ജോഹനാസ്ബർഗ്. അപ്പൊ സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിലാണ് 2023 ബ്രിസ്കിന്റെ ഉച്ചകോടി നടന്നത്. 2023 എവിടെയാണ് നടന്നത്? സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിലാണ് നടന്നത്. ഇനി 2024 നാം പറഞ്ഞില്ലേ, അതിനെ സാൻഡ്വിച്ച് ആക്കി കഴിക്കാൻ നല്ല രസമാണ്. അപ്പൊ സാൻഡ്വിച്ച് എന്നത് സാൻഡ്വിച്ച് കസാൻ, റഷ്യയിലെ കസാനിലാണ് 2024 ബ്രിസ്ക് സബ്മിറ്റ് നടന്നത്. റഷ്യയിലെ കസാനിലാണ്. നല്ല രസമാണ്. അപ്പൊ റഷ്യ സാൻഡ്വിച്ച് പോലെ കഴിക്കാൻ നല്ല രസമാണ് അല്ലെ. അപ്പൊ കസാൻ റഷ്യയിലാണ് 2024 സബ്മിറ്റ് നടന്നത്. അപ്പൊ അതും കിട്ടിയോ നിങ്ങൾക്ക്? ബ്രിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ ബിസ്ക്കറ്റ് ഓർക്കുക. ഏത് ബിസ്ക്കറ്റാണ്? ചൈനീസ് ബിസ്ക്കറ്റ്. അപ്പൊ ചൈനയിലെ ബീജിംഗ്, ചൈനീസ് ബിസ്ക്കറ്റ് എന്നുള്ളത് ചൈനയിലെ ബീജിംഗിലാണ് 2022 ബ്രിസ്ക് സബ്മിറ്റ് നടന്നത്. ഇനി നമ്മൾ അതിന്മേൽ കുറച്ച് സോസ് ഒഴിച്ചിട്ട് ബർഗറിനുള്ളിൽ വെച്ചാണ് കഴിക്കുന്നത്. അപ്പൊ സോസ് എന്നത് സൗത്ത് ആഫ്രിക്ക, ബർഗർ എന്നത് ജോഹനാസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിലാണ് 2023 ബ്രിസ്ക് ഉച്ചകോടി നടന്നത്. ഇനി 2024 എന്ന് പറയുമ്പോൾ അതിനെ സാൻഡ്വിച്ച് പോലെ കഴിക്കാൻ രസമാണ് അല്ലെ. അപ്പൊ കസാൻ റഷ്യയിലെ കസാനിലാണ് 2024 ബ്രിസ്ക് സബ്മിറ്റ് നടന്നത്. ഇത്രയും കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ ഞാൻ നിങ്ങളോട് ഒന്നും കൂടി ചോദിക്കട്ടെ. നാറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഓർക്കാനാണ് പറഞ്ഞത്? നാറ്റം എന്ന് ഓർക്കാനാണ് അല്ലെ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആരോടാ പറഞ്ഞത്? അനിയനോടാണ് പറഞ്ഞത്. അനിയ പോയി കുളിച്ചിട്ട് വാ, നിന്നെ നാറുന്നു അല്ലെ. അപ്പൊ അനിയ എന്നതിനും ലിത്വാനിയയിലാണ് 2023 നാറ്റോയുടെ ഉച്ചകോടി നടന്നത്. പോയി കുളിച്ചിട്ട് വാ, അപ്പൊ വാഷ് ചെയ്യുക. വാഷിങ്ടൺ DC-യിലാണ് 2024 ഉച്ചകോടി നടന്നത്. 2025 നിന്നെ നാറുന്നു, അപ്പൊ നീ എന്നതിലും നെതർലാൻഡിലാണ് 2025 ഉച്ചകോടി നടന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് G7 കൺട്രീസിനെയാണ് പറഞ്ഞത് അല്ലെ. G7 ഉച്ചകോടിനെ കുറിച്ചാണ് പറഞ്ഞത്. G7 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം സമ്പന്ന രാഷ്ട്രങ്ങളാണ്. അപ്പൊ സമ്പന്ന രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ളവരൊക്കെ പാനിലാണ് ഇറ്റലി കുക്ക് ചെയ്യുക. അപ്പൊ പാൻ എന്നതിലും ജപ്പാനിലാണ് 2023 മീറ്റിംഗ് നടന്നത്. 2024 ഇഡലി കുക്ക് ചെയ്യുക അല്ലെ. അപ്പൊ ഇറ്റലിയിലാണ് 2024 നടന്നത്. കുക്ക് ചെയ്യുക കാനഡയിലാണ് 2025 നടന്നത്. G20 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 2023 മീറ്റിംഗ് ഇന്ത്യയിലാണ് നടന്നത്. വസുദൈവ കുടുംബം എന്നുള്ളതായിരുന്നു അതിന്റെ തീം എന്ന് പറഞ്ഞത്. അതായത് സാഹോദര്യമാണ്, ബ്രദർഹുഡ് ആണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ബ്രദർഹുഡ് എന്നതിൽ തന്നെ ബ്രസീലിലാണ് 2024 മീറ്റിംഗ് നടന്നത്. 2025 സാഹോദര്യം എന്നതിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിലാണ് മീറ്റിംഗ് നടന്നത്. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് ബ്രിസ്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ നിലവിൽ 11 മെമ്പേഴ്സ് ഉണ്ട്. ഞാൻ മുമ്പ് 10 എന്ന് പറഞ്ഞതൊന്നും സംശയമുണ്ട്. നിലവിൽ 11 പേരുണ്ട്. അതായത് ആദ്യം 5 എണ്ണം ഉണ്ടായിരുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അതിനുശേഷം 2024 5 രാജ്യങ്ങൾ ജോയിൻ ചെയ്തു അല്ലെ. 5 രാജ്യങ്ങൾ കൂടി ജോയിൻ ചെയ്ത് 10 രാജ്യങ്ങളായി മാറി. ആ 2024 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ് ജോയിൻ ചെയ്തത്? UAE-യും സൗദി അറേബ്യയും, 2 അറബ് രാഷ്ട്രങ്ങൾ, UAE അതുപോലെ സൗദി അറേബ്യ. പിന്നെ 3 ഈകൾ. എന്ന് പറയുന്നത് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ. അങ്ങനെ ടോട്ടൽ 10 രാജ്യങ്ങളായിട്ടുണ്ടായിരുന്നു. 2025 ജനുവരിയിലാണ്, 2025 ജനുവരി 1 ഇന്തോനേഷ്യ കൂടി അതിലെ പെർമനന്റ് മെമ്പർ ആയത്, ഫുൾ ടൈം മെമ്പർ ആയത്. ഇപ്പൊ നിലവിൽ 11 മെമ്പേഴ്സ് ആണ് എന്തിലുള്ളത്? ബ്രിസ്കിലുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഉച്ചകോടികളുടെ വേദിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ അതും കൂടി ഇതുപോലെ കോഡാക്കിയിട്ട് ഞാൻ മാക്സിമം അടുത്ത ക്ലാസ്സിൽ തന്നെ പറഞ്ഞുതരാം. അടുത്ത നമ്മൾ നോബൽ പുരസ്കാരങ്ങളാണ് പറയുന്നത്, നോബൽ പ്രൈസ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കേൾക്കുക. കാരണം ഞാനത് പറയാൻ കാരണം എൻ്റെ മോന് USS സ്കോളർഷിപ്പ് എക്സാമിൽ ഞാൻ ഈ കോഡ് വെച്ചിട്ടാണ് പറഞ്ഞു കൊടുത്തത്. നോബൽ പ്രൈസ് അവർക്ക് വരാൻ ചാൻസ് ഉണ്ടല്ലോ കറണ്ട് അഫെയറിൽ നിന്ന്. അപ്പോൾ അവന് വളരെ സിമ്പിളായിട്ട് അത് പഠിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് സാധിക്കും എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. വളരെ സിമ്പിൾ കോഡാണ്. അപ്പോൾ നമ്മൾ 2023 2024 ഒരൊറ്റ കോഡിലാണ് പറയുന്നത്. 2023 2024 കൂടി ഒറ്റ കോഡ്. മുമ്പ് പറഞ്ഞ അതേ സെയിം കോഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ ആദ്യം തന്നെ കെമിസ്ട്രിയുടെയാണ് പറയുന്നത്. 2023 2024 നോബൽ പ്രൈസ് ഒരുമിച്ച് പറയും. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. 2023 നമ്മൾ അന്ന് കോഡ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി എക്സാം അല്ലെ. കെമിസ്ട്രി പരീക്ഷയ്ക്ക് നമ്മൾ രസതന്ത്രം പരീക്ഷയ്ക്ക് നമ്മൾ
ലെക്സി പേനയാണ് കൊണ്ടുപോയത്. ഒരു ലൂസ് ആയിട്ടുള്ള ലെക്സി പേനയും കൊണ്ടാണ് നമ്മൾ രസതന്ത്രം കെമിസ്ട്രി പരീക്ഷ എഴുതാൻ പോയത്. അപ്പം ലൂസ് ആയിട്ടുള്ള ലെക്സി പേന ആയതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ അത് തെളിയാതെ വന്നിട്ടുണ്ടാവും അല്ലേ, ലൂസ് അല്ലേ. അപ്പം എക്സാമിന് ഈ പേന തെളിയാതെ വന്നപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് മോങ്ങി. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ കോഡ്. ഞാൻ എൻ്റെ ക്ലാസ് കേട്ടവർക്ക് അറിയായിരിക്കും. 2023 കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞ കോഡ് ഇതാണ്. ലൂസ് ആയിട്ടുള്ള ലെക്സി പേനയും കൊണ്ട് എക്സാമിന് പോയി. അവിടെ ചെന്നപ്പോൾ പേന തെളിയുന്നില്ല, അങ്ങനെ വിക്കി വിക്കി തെളിയുന്നുള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് ക്ലാസ്സിലിരുന്ന് മോങ്ങി. അതായിരുന്നു കോഡ്. അതായത് ലെക്സി പേന, ലൂസ് ആയിട്ടുള്ള ലെക്സി പേന എന്നതിൽ നിന്നും ലൂയിസ് ഈ ബ്രൂസ്, ലൂസ് ആയിട്ടുള്ള ലെക്സി പേൻ അല്ലേ, അപ്പം ലൂസ് എന്നതിൽ നിന്നും ലൂയിസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കവിടെ ലൂസ് കിട്ടുമല്ലോ, ലൂസ് അല്ലെ, ലൂയിസ് ഈ ബ്രൂസ് ആണ് ഒരു വ്യക്തി. ലെക്സി പേന എന്നുള്ളത് അലക്സി എക്കിമോവ് ആണ് രണ്ടാമത്തെ വ്യക്തി. ലെക്സി അവിടെ തന്നെയുണ്ട്, ആ പേരിൽ തന്നെയുണ്ട് ലെക്സി എന്നുള്ളത്. ലൂസ് ആയിട്ടുള്ള ലെക്സി പേന, ലൂസ് എന്നതിൽ നിന്നും ലൂയിസ് എന്നും ലെക്സി എന്നതിൽ നിന്നും അലക്സി എന്നും കിട്ടും ഇല്ലേ. എന്നിട്ട് അത് തെളിയാതെ വന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മോങ്ങിയില്ലേ, അപ്പം മോങ്കി ബാവേണ്ടിയാണ് മൂന്നാമത്തെ വ്യക്തി. അപ്പൊ ഈ 3 പേർക്കാണ് 2023 കെമിസ്ട്രിക്ക് രസതന്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ആ 3 പേരും നിങ്ങളുടെ മൈൻഡിൽ വന്നു. ലൂസ് ആയിട്ടുള്ള ലെക്സിപ്പേനയും കൊണ്ട് ഞാൻ എക്സാമിന് പോയി, അവിടെ ഇരുന്നിട്ട് ഞാൻ മോങ്ങി പേന തെളിയാതെ വന്നപ്പോൾ. അപ്പൊ ലൂസ് എന്നതിൽ നിന്നും ലൂയിസ്, ലെക്സി പേന എന്നതിൽ നിന്നും ലെക്സി എന്നത് അലക്സി എക്കിമോവ്. അവിടെ ഇരുന്ന് മോങ്ങി എന്നതിൽ നിന്നും മോങ്കി ബാവേണ്ടി. ഈ 3 പേർക്കാണ് 2023 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഇനി എന്തിനാണ് കിട്ടിയതെന്ന് വെച്ചാൽ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയത്. അത് നമുക്ക് അവിടെ തന്നെ കിട്ടും. കാരണം പേന തെളിയാതെ വന്നാൽ എങ്ങനെയാണ് പേന ഇങ്ങനെ വിക്കി തെളിയുക, അല്ലെങ്കിൽ തെളിയാതെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഡോട്ടായിട്ടല്ലേ വരാം. നിങ്ങളുടെ പേന തെളിയാതെ താഴ്ത്തങ്ങാനും വീണ് തെളിയാതെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ വരാം, ഇങ്ങനെ ഡോട്ടായിട്ട് തെളിയുള്ളൂല്ലേ. അപ്പോൾ അവിടെ തന്നെ ഡോട്ട് എന്നതിലും ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് അന്ന് നോബൽ പ്രൈസ് കിട്ടിയത്. ഇനി 2024 ആർക്കാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാമിന് പേന തെളിയാതെ നിങ്ങൾ അവിടെ നിന്ന് മോങ്ങുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലൊരു മിസ് ഉണ്ടാവും അല്ലേ, മിസ് വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ലേ? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും, ഷുവർ ആണല്ലേ. അപ്പൊ അതേപോലെ തന്നെ മിസ് വന്നിട്ട് മിസ് പറയാണ്, മിസ്സിന്റെ ഹസ്ബൻഡിന്റെ കട തൊട്ടപ്പുറത്തുണ്ട്, ഒരു ബേക്കറിയാണ്. തൊട്ടപ്പുറത്ത് മിസ്സിന്റെ ഹസ്ബൻഡ് ഒരു ബേക്കറി നടത്തുന്നുണ്ട്. അവിടെ പോയിട്ട് പേന വാങ്ങിച്ചോളാൻ പറയില്ലേ നിങ്ങളോട്. അപ്പൊ നിങ്ങൾ ഓടിപ്പോയിട്ട് വാങ്ങിക്കില്ലേ, ഒറ്റ ചാട്ടത്തിന് ക്ലാസ്സിൽ നിന്ന് ചാടി നേരെ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു അല്ലെ പേന. അങ്ങനെ നിങ്ങൾ എക്സാം എഴുതി. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ലെക്സി പേന, ലൂസ് ആയിട്ടുള്ള ലെക്സി പേനയും കൊണ്ട് എക്സാമിന് പോയി, അവിടെ ഇരുന്ന് നിങ്ങൾ മോങ്ങാണ്. അപ്പൊ മിസ് വന്നിട്ട് പറയാണ്, മിസ്സിന്റെ ഹസ്ബൻഡിന്റെ കട തൊട്ടപ്പുറത്തുണ്ട്, ഒരു ബേക്കറിയാണ്, അവിടെ നിങ്ങൾക്ക് പേന കിട്ടും, മോൻ പോയി വാങ്ങിച്ചോളാൻ പറയണം. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് വേഗം എടുത്ത് ചാടി നേരെ ജനൽ വഴി ഓടി നിങ്ങൾ പോയി വാങ്ങിച്ചു വന്നു. അതായത് മിസ് ഹസാബിസ് ആണ് 2024 കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് മിസ് ഹസാബിസ്, അതായത് ഡെമിസ് ഹസാബിസ്. അപ്പൊ അവിടെ മിസ് ഉണ്ടല്ലോ, മിസ്സും മിസ്സിന്റെ ഹസ്ബൻഡും ഉണ്ട്. മിസ്സിന്റെ ഹസ്ബൻഡിന്റെ കട എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഡെമിസ് ഹസാബിസ് കിട്ടിയോ പേര്. മിസ്സിന്റെ ഹസ്ബൻഡിന്റെ കടയാണ്. അപ്പൊ മിസ്സും ഉണ്ട് ഹസ്ബൻഡും ഉണ്ട്. അപ്പൊ ഡെമിസ് ഹസാബിസ് ആണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. അവരെന്ത് കടയാണ് അവിടെ നടത്തുന്നത്? ബേക്കറിയാണ് നടത്തുന്നത്. അപ്പൊ ഡേവിഡ് ബേക്കർ ആണ് രണ്ടാമത്തെ വ്യക്തി. ബേക്കറിയാണ് നടത്തുന്നത്. അപ്പൊ ഡേവിഡ് ബേക്കർ ആണ് രണ്ടാമത്തെ വ്യക്തി. നിങ്ങൾ എന്താണ് ചെയ്തത്? ടീച്ചർ ഇത് പറയേണ്ട, മിസ് ഇത് പറയേണ്ട താമസം നിങ്ങൾ ജനൽ വഴി ചാടി വേഗം പോയി വാങ്ങിച്ചിട്ട് വന്നു അല്ലെ. ചാടുക എന്നുള്ളതിനെ ജമ്പ് ചെയ്യാന്നല്ലേ പറയാം. അപ്പൊ ജോൺ ജമ്പർ ആണ് മൂന്നാമത്തെ വ്യക്തി. 2024 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയ 3 വ്യക്തികളും പേര് പഠിച്ചോ? അതായത് മിസ്സിന്റെ ഹസ്ബൻഡിന്റെ കട അപ്പുറത്തുണ്ട്, ബേക്കറിയാണ്, നിങ്ങളോട് വേഗം ചാടി പോയിട്ട് വാങ്ങിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾ ഒറ്റ ചാട്ടത്തിന് പോയി വാങ്ങിച്ചു വന്നു. മിസ്സിന്റെ ഹസ്ബൻഡിന്റെ കട എന്നതിലും മിസ്സിന്റെ ഹസ്ബൻഡ് ഡെമിസ് ഹസാബിസ്. ബേക്കറിയാണ് നടത്തുന്നത് ഡേവിഡ് ബേക്കർ. നിങ്ങൾ ചാടിയിട്ടാണ് പോയി വാങ്ങിച്ചിട്ട് വന്നത് അല്ലെ. ക്ലാസ്സിൽ നിന്ന് എടുത്ത് ചാടാന്നൊക്കെ പറയില്ലേ, ക്ലാസ് കട്ട് ചെയ്ത് ചാടാന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ചാടി പോയി വാങ്ങിച്ചിട്ട് വന്നു. അപ്പൊ ജോൺ ജമ്പർ ആണ് മൂന്നാമത്തെ വ്യക്തി. ഇനി ഇവർക്ക് എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയതെന്ന് വെച്ചാല് പ്രോട്ടീൻ രൂപകൽപ്പനയിലും പ്രവചനത്തിലുമുള്ള അവരുടെ പ്രവർത്തനത്തിനാണ്. പ്രോട്ടീന്റെ രൂപകൽപ്പനയിലും പ്രവചനത്തിലുമുള്ള അവരുടെ പ്രവർത്തനത്തിനാണ് കിട്ടിയത്. അതായത് നമ്മൾ ഈ ബേക്കറിയിൽ നമുക്ക് പല സാധനങ്ങൾ കിട്ടും അല്ലെ, മുട്ട പപ്സ് കിട്ടും ഇല്ലേ, അതുപോലെ തന്നെ സാൻഡ്വിച്ച് കിട്ടും, ബർഗർ കിട്ടും. അപ്പം നിങ്ങൾ ആലോചിക്കും ഇതിലൊക്കെ കുറേ പ്രോട്ടീൻ ഉണ്ടെന്ന് ഓർക്കുക. അതിലൊന്നും പ്രോട്ടീൻ ഇല്ലെങ്കിലും നമുക്ക് ബേക്കറിയിൽ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് ഓർക്കുക. അപ്പം ഈ പ്രോട്ടീനുകളുടെ ഘടന അല്ലെങ്കിൽ അത് രൂപകൽപ്പന ചെയ്തതിനും അവയുടെ ഘടന പ്രവചിച്ചതിനുമാണ് ഇവർക്ക് നോബൽ പ്രൈസ്
കിട്ടിയത്. അതിൽ ഈ ബേക്കർ പൂർണ്ണമായിട്ടും ഒരു പുതിയ ഒരു ഇനം പ്രോട്ടീനെ നിർമ്മിച്ചു. ബേക്കറിയിലെ ആളല്ലേ, അപ്പം അയാൾ പുതിയ ഒരു ഇനം പ്രോട്ടീനെ നിർമ്മിച്ചു. പൂർണ്ണമായിട്ടും പുതിയ ഒരു ഇനം പ്രോട്ടീനെ നിർമ്മിച്ചത് ബേക്കറാണ്. മറ്റേ ഡെമിസ് ഹസാബിസും ജോൺ ജമ്പറും ചേർന്നിട്ട് ഒരു AI മോഡൽ വികസിപ്പിച്ചെടുത്തു. ഈ AI മോഡൽ ഉപയോഗിച്ചിട്ട് ഏത് പ്രോട്ടീൻ്റെ സങ്കീർണ ഘടനകൾ വരെയും നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയോ? നമ്മുടെ ജോൺ ബേക്കർ ഉണ്ടല്ലോ, ജോൺ ബേക്കർ പൂർണ്ണമായിട്ടൊരു പുതിയ പ്രോട്ടീനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബേക്കറിയിൽ കുറേ പ്രോട്ടീനെ കിട്ടുമല്ലോ നമുക്ക്. അപ്പം പുതിയൊരു പ്രോട്ടീനെ ഉണ്ടാക്കാണ് ആര് ചെയ്തത്? ബേക്കർ ചെയ്തത്. എന്നാൽ ഡെമിസ് ഹസാബിസും ജോൺ ജമ്പറും ചെയ്തത്, ഇവർ രണ്ടുപേരും കൂടിച്ചിട്ട് ഒരു AI മോഡൽ വികസിപ്പിച്ചെടുത്തു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു മോഡൽ വികസിപ്പിച്ചെടുത്തു. അത് വെച്ചിട്ട് പ്രോട്ടീൻ്റെ സങ്കീർണമായിട്ടുള്ള ഘടനകൾ വരെ പ്രവചിക്കാൻ സാധിക്കും. ആ AI മോഡൽ വെച്ചിട്ട് പ്രോട്ടീൻ്റെ സങ്കീർണമായിട്ടുള്ള ഘടനകൾ വരെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ രസതന്ത്രത്തിൻ്റെ നോബൽ. 2023 പറഞ്ഞു, 2024 പറഞ്ഞു. നിങ്ങൾക്ക് കോഡ് സിമ്പിൾ അല്ലേ? കെമിസ്ട്രിയുടെ എക്സാമിന് നിങ്ങൾ ലൂസായിട്ടുള്ള ലെക്സിപ്പനെയും കൊണ്ടുപോയി അവിടെ ഇരുന്ന് മോങ്ങി അല്ലേ? അതാണ് നമ്മുടെ 2023 നോബൽ പ്രൈസ് ജേതാക്കൾ. 2024 വരുമ്പോൾ എന്താണ്? അപ്പം മിസ് രംഗപ്രവേശനം ചെയ്തു അല്ലേ? മിസ് വന്നിട്ട് മിസ് പറയാണ്, മിസ്സിൻ്റെ ഹസ്ബൻഡ് തൊട്ടപ്പുറത്ത് ബേക്കറി നടത്തുന്നുണ്ട്, അവിടെ പോയിട്ട് മോൻ വാങ്ങിച്ചു എന്ന് പറയാണ്. നമ്മൾ ക്ലാസ്സിൽ നിന്ന് എടുത്ത് ചാടി പോയി വാങ്ങിച്ചു. അപ്പം മിസ്സിൻ്റെ ഹസ്ബൻഡ് എന്നതിൽ നിന്നും ഡെമിസ് ഹസാബിസ്, ബേക്കറി എന്നതിൽ നിന്നും ഡേവിഡ് ബേക്കർ. നിങ്ങൾ ജമ്പ് ചെയ്തിട്ടാണ് അല്ലേ വാങ്ങിച്ചത്? അപ്പൊ ജോൺ ജമ്പർ. ഇവർ 3 പേർക്കുമാണ് 2024 കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയതിൽ. ഡേവിഡ് ബേക്കർ ആണ് പുതിയ പ്രോട്ടീനെ നിർമ്മിച്ചത് അല്ലെ? പൂർണ്ണമായിട്ടും പുതിയൊരു തരം പ്രോട്ടീനെ നിർമ്മിച്ചത് ഡേവിഡ് ബേക്കറാണ്. ബേക്കറിയിലല്ലേ പുതിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക അല്ലെ? പുതിയ പലഹാരങ്ങളൊക്കെ അവർ കച്ചവടത്തിന്റെ ഭാഗമായിട്ട്, കച്ചവട തന്ത്രമായിട്ട് പുതിയ പലഹാരങ്ങളൊക്കെ കൊണ്ടുവരും അല്ലെ? അപ്പൊ പൂർണ്ണമായിട്ടും പുതിയ ഒരു തരം പ്രോട്ടീനെ നിർമ്മിച്ചത് ഡേവിഡ് ബേക്കറാണ്. എന്നാൽ ഡെമിസ് ഹസാബിസും ജോൺ ജമ്പറും എന്താണ് ചെയ്തത്? അവരൊരു AI മോഡൽ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ആ AI മോഡൽ ഉപയോഗിച്ചുകൊണ്ട് സങ്കീർണമായിട്ടുള്ള പ്രോട്ടീൻ ഘടനകൾ വരെ പ്രവചിക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് രസതന്ത്രവുമായി ബന്ധപ്പെട്ട് 2023 നോബൽ പ്രൈസും പഠിച്ചു, 2024 നോബൽ പ്രൈസ് കിട്ടിയവരെ നമ്മൾ പഠിച്ചു. കിട്ടിയത് എന്തിനാണെന്നും കൃത്യമായി പഠിച്ചിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ഫിസിക്സിലേക്ക് പോകാണ്. ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഊർജ്ജതന്ത്രമാണല്ലേ, ഒരു വലിയൊരു ഊർജ്ജമാണ്. അപ്പോൾ ഊർജ്ജം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ കോഡ് പറഞ്ഞത് ഗോസ്റ്റിനെ വെച്ചിട്ടാണ് അല്ലേ? ഈ പ്രേതങ്ങളൊക്കെ വരുമ്പോൾ, ഗോസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നി കത്തുന്നത്. കെടും കത്തും അല്ലെ? അതെന്താണ്? വലിയൊരു ഊർജ്ജം വരാണല്ലോ അവിടേക്ക്. അപ്പൊ ലൈറ്റൊക്കെ ഇങ്ങനെ കിടന്ന് നമ്മുടെ പ്രത്യേകിച്ച് ഈ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ ഗോസ്റ്റിന്റെ ഒക്കെ, പ്രേതങ്ങളുടെ ഇംഗ്ലീഷ് സിനിമകളിലും കൊറിയൻ സിനിമകളിലൊക്കെ ഈ ലൈറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രേതം വരുന്ന സമയത്ത് ഇല്ലേ? അപ്പൊ അങ്ങനെ വെച്ച് നമ്മൾ ഫിസിക്സിനെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോസ്റ്റ് എന്നതിൽ തന്നെ പിയറി അഗോസ്റ്റിനിയാണ് 2023 നമ്മുടെ ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയ ഒരു വ്യക്തി. 3 പേർക്കാണ് കിട്ടിയത്. രസതന്ത്രത്തിന് 3 പേർക്കാണ്, അതുപോലെ ഫിസിക്സിന് 3 പേർക്ക് തന്നെയാണ്. ഗോസ്റ്റ് എന്നതിൽ നിന്നും പിയറി അഗോസ്റ്റിനി. അപ്പൊ ഈ ഗോസ്റ്റ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ക്രോസ് കാണിക്കൂലേ, കുരിശ് കാണിക്കും ഇല്ലേ? എല്ലാ സിനിമയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുരിശ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആകാശഗംഗ മൂവിയൊക്കെ ഉണ്ടല്ലോ, അതില് നമ്മുടെ കലാഭവൻ മണി ദിവ്യ ഉണ്ണീനെ ക്രോസ് കാണിച്ചുകൊണ്ട്, കുരിശ് കാണിച്ചുകൊണ്ടല്ലേ കൊണ്ടുവരുന്നത്. അപ്പൊ അത്തരത്തില് ക്രോസ് കാണിക്കും നമ്മൾ. ഗോസ്റ്റ് വരുമ്പോൾ ക്രോസ് കാണിക്കും എന്നതിൽ തന്നെ ഫെറങ്ക് ക്രോസിനാണ് മറ്റൊരു വ്യക്തി. 2023 നോബൽ പ്രൈസ് കിട്ടിയ ഒരു വ്യക്തി പിയറി അഗോസ്റ്റിനിയും മറ്റൊന്ന് ഫെറങ്ക് ക്രോസുമാണ്. നിങ്ങൾക്ക് ആ പേര് കൃത്യമായിട്ട് അതിൽ വായിച്ചെടുക്കാൻ പറ്റും, ഫെറങ്ക് ക്രോസ് എന്നുള്ളത്. അടുത്തത് നമ്മൾ ഇങ്ങനെ കുരിശ് കാണിച്ചിട്ട് അല്ലെങ്കിൽ ക്രോസ് കാണിച്ചിട്ട് ഈ പ്രേതങ്ങളെ നമ്മൾ തളയ്ക്കൂലേ? എന്തുമല്ലാണ് തളയ്ക്കുക? ആണി അടിച്ച് തളയ്ക്കും. ആണി അടിച്ചില്ലേ തളയ്ക്കുക? ആ ആകാശഗംഗ മൂവിയിൽ ദിവ്യ ഉണ്ണി പോയിട്ട് ഒരു ആണി പിടിച്ച് വലിച്ചൂരുമ്പോഴാണ് ദിവ്യ ഉണ്ണിയുടെ മേത്ത് പ്രേതം കയറുന്നത്. കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ ആണിയിലാണ് നമ്മൾ ക്രോസ് കാണിച്ചിട്ട് ഈ പ്രേതങ്ങളെ തളയ്ക്കുക. അപ്പൊ ആണി എന്നതിൽ നിന്നും ആനി എൽ ഹുള്ളിയർ ആണ് 3ാമത്തെ വ്യക്തി. അപ്പൊ 3 പേരും പഠിച്ചു. 2023 നോബൽ പ്രൈസ് ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത് ഗോസ്റ്റിനെ ഓർക്കുക. അഗോസ്റ്റിനി. അപ്പൊ ഗോസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്ത് കാണിക്കും? കുരിശ് കാണിക്കും, ക്രോസ് കാണിക്കും. ഫെറങ്ക് ക്രോസ് 2ാമത്തെ വ്യക്തി. 3ാമത്തത് നമ്മൾ എന്നിട്ട് ആണിമേൽ തറയ്ക്കും അല്ലെ? പ്രേതത്തിന് ആണി അടിച്ചാണ് തറയ്ക്കുക. അപ്പൊ ആനി എൽ ഹുള്ളിയർ ആണ് 3ാമത്തെ വ്യക്തി.
ഇനി ഇത് എന്തിനെ കുറിച്ചിട്ടുള്ള പഠനത്തിനാണ് കിട്ടിയതെന്ന് വെച്ചാല് പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷാത്മക രീതികൾക്കാണ്. അതായത് പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. കാരണം ഈ പ്രേതം വരുമ്പോഴാണ് പ്രകാശം ഇങ്ങനെ മിന്നി കത്താല്ലേ. അപ്പൊ പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കാണ് ഇവർക്ക് എന്ത് കിട്ടിയത്? 2023 നൊബേൽ പ്രൈസ് കിട്ടിയത്, ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ 2024 കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, ഈ പ്രേതങ്ങളുടെ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പ്രേതങ്ങളെ തളയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹിന്റ് ഉണ്ടാവും, എന്തെങ്കിലും ക്ലൂ ഇല്ലേ? അതായത് അവരെ ജീവനോടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്, ആ കുഴിച്ചിട്ട കുഴിമാടം തോണ്ടണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ, ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ഹിന്റ് ഓരോ പ്രേതങ്ങളെയും തളയ്ക്കുന്നത് ഓരോ രീതിയിലാണല്ലേ. അപ്പൊ അവിടെ ഒരു ഹിന്റ് ഉണ്ടാവും. ആ ഹിന്റാണ് അവിടെ പ്രേതത്തിനെ തളയ്ക്കാനുള്ള ഹോപ്പ് എന്ന് പറയുന്നത് അല്ലെ. ഈ പ്രേതത്തിനെ തളയ്ക്കാനുള്ള അല്ലെങ്കിൽ ഇതിനെ കീഴടക്കാനുള്ള ഒരു ഹിന്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും, എങ്ങനെയെങ്കിലും കിട്ടും. ആ ഹിന്റാണ് ആ പ്രേതത്തിനെ തളയ്ക്കാനുള്ള ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഹിൻഡണും ഹോപ്പ് ഫീൽഡും ജെഫ്രി ഹിൻഡണും ജോൺ ഹോപ്പ് ഫീൽഡിനുമാണ് 2024 ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ പ്രേതത്തിനെ തളയ്ക്കാനുള്ള ഹിന്റ് ഉണ്ടായിരിക്കും. ആ ഹിന്ദിലാണ് നമ്മുടെ ഹോപ്പ്, നമ്മുടെ ഏക പ്രതീക്ഷ ഹിന്ദിലാണ് നമ്മുടെ ഹോപ്പ്. ഹിൻഡണും ഹോപ്പ് ഫീൽഡും അവർക്കാണ് 2024 ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയത്. 2 വ്യക്തികളെ ഉള്ളൂ, ഹിൻഡണും ഹോപ്പ് ഫീൽഡും. ഇനി ഇവർക്ക് എന്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയെന്ന് വെച്ചാൽ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ട് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമാണ് കിട്ടിയത്. അതായത് കൃത്രിമമായിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടുപിടുത്തങ്ങൾക്കും കണ്ടെത്തലുകൾക്കുമാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ അതവിടെ പഠിച്ചേക്കുക. അടുത്തത് മെഡിസിൻ ആണ് അല്ലെ. മെഡിസിൻ എന്ന് പറയുമ്പോഴും നമ്മൾ സാധാരണ മെഡിസിൻസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക വയസ്സായവരും അതുപോലെ ക്യാരി എന്ന് വെച്ചാൽ നമ്മൾ പറയാറില്ലേ പ്രഗ്നന്റ് ആയിട്ടുള്ളവരും വയസ്സായിട്ടുള്ളവരാണ് കൂടുതൽ മെഡിസിൻ കഴിക്കുക. അതിൽ നിന്ന് തന്നെ 2023 മെഡിസിന് വൈദ്യശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് ഡ്രൂ വൈസ്മാനും കാറ്റലിൻ ക്യാരി ചെയ്യുന്നവർക്ക് അല്ലെ, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ളവരാണ് കൂടുതൽ മെഡിസിൻസ് കഴിക്കുക. അപ്പൊ 2023 ആർക്കൊക്കെയാണ് മെഡിസിന് നോബൽ പ്രൈസ് കിട്ടിയത്? ഒന്ന് വയസ്സായിട്ടുള്ളവർ അല്ലെ, വയസ്സായിട്ടുള്ളവരാണ് മെഡിസിൻ കഴിക്കുക. അതിൽ നിന്ന് വൈസ്മാനും പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ളവർ കാറ്റലിൻ ക്യാരിക്കോയ്ക്കുമാണ് 2023 മെഡിസിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഇനി അവർക്ക് എന്തിനാണ് മെഡിസിൻ നോബൽ പ്രൈസ് കിട്ടിയെന്ന് വെച്ചാൽ COVID-19 ഫലപ്രദമായിട്ടുള്ള mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ സഹായിച്ച ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾക്കാണ് കിട്ടിയത്. അതായത് mRNA വാക്സിനെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന mRNA, കോവിഡിനെതിരെ ഫലപ്രദമായിട്ടുള്ള mRNA എന്ന് വെച്ചാൽ മെസഞ്ചർ RNA എന്നാണ്. mRNA വാക്സിനുകൾ വികസിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന ന്യൂക്ലിയോസൈഡ് ബേസുകളുടെ പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് 2 പേർക്കും 2023 നൊബേൽ പ്രൈസ് കിട്ടിയത്. നമുക്കറിയാം, നമ്മൾ ആ സമയത്ത് കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഈ വയസ്സായവർക്കും ക്യാരിയിങ് ആയിട്ടുള്ളവർക്ക് അല്ലെ, പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് ക്യാരിയിങ് ആയിട്ടുള്ളവർക്കാണ് കൂടുതൽ ടെസ്റ്റുകളൊക്കെ. കാരണം അവർക്ക് ഭയങ്കര കുറച്ചും കൂടിയും ഡേഞ്ചർ ആണല്ലേ, അവർക്ക് കുറച്ചും കൂടിയും അപകട നിലയാണ്. അതായത് അവർക്ക് കോവിഡ് വന്നാൽ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിരിക്കും. അപ്പൊ കൂടുതൽ പ്രിക്കോഷൻസ്, കൂടുതൽ മുൻകരുതൽ എടുക്കുക ഈ വയസ്സായവരെയും അതുപോലെ ക്യാരിയിങ് ആയിട്ടുള്ളവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. COVID-19 എതിരായിട്ടുള്ള ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ സഹായിച്ച ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ്. നമുക്കിത് ഫുള്ള് വായിച്ചു പഠിക്കുന്ന വേണ്ട. ഈ COVID-19 അതുപോലെ അതിനെതിരെ mRNA വാക്സിനും കണ്ടാൽ തന്നെ നമുക്ക് ഒരുവിധം കാര്യം പിടികിട്ടും അല്ലെ. ഇനി 2024 മെഡിസിന് വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് ഗാരി റൂക്കുനും വിക്ടർ അംബ്രോസുമാണ്. അപ്പൊ മറ്റോടത്ത് ക്യാരി ആയിരുന്നു, ഇവിടെ ഗാരിയാണ്. ക്യാരിക്ക് പകരം ഇവിടെ ഗാരി റൂക്കുൻ.
ആദ്യം കാരി, രണ്ടാമത് ഗാരി, അത്ര വ്യത്യാസമുള്ളൂ. ഗാരി റൂക്കനും പിന്നെ വിക്ടർ അംബ്രോസ്. വിക്ടർ അംബ്രോസ് എന്ന് പറയുമ്പോൾ തന്നെ ആംബുലൻസ് അല്ലെ, ആംബ്രോസ് ആംബുലൻസ്, നല്ലൊരു പ്രാസ് ഉണ്ടല്ലോ ആംബുലൻസ്. അപ്പൊ അംബ്രോസ് എന്ന് കാണുമ്പോൾ നമുക്ക് ആംബുലൻസ് എന്ന് ഓർക്കാം. അപ്പൊ ആംബുലൻസ് നമ്മുടെ മെഡിസിൻ, അതായത് വൈദ്യശാസ്ത്രവുമായൊക്കെ ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ 2024 വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് ഒന്ന് ഗാരി റൂക്കുനും മറ്റൊന്ന് വിക്ടർ അംബ്രോസിനുമാണ്. വിക്ടർ അംബ്രോസിനുമാണ്. 2023 ഡ്രൂ വൈസ്മാനും കാറ്റലിൻ കാരിക്കോ, കാരി ആയിരുന്നു. 2024 വരുമ്പോൾ കാരി മാറി ഗാരി ആയി. ഗാരി റൂക്കുനും വിക്ടർ അംബ്രോസും. ഇനി ഇവർക്ക് എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ mRNA മെസ്സഞ്ചർ RNA വാക്സിൻ വികസിപ്പിക്കാൻ സഹായിച്ചെടുത്തതിനാണ് അല്ലെ, mRNA ആണ്, മെസ്സഞ്ചർ ആണ്. ഇവിടെ മൈക്രോ RNA കണ്ടുപിടുത്തത്തിനാണ് 2024 കിട്ടിയത്. മൈക്രോ RNA ആണ്. നേരത്തെ mRNA ആയിരുന്നു, ഇവിടെ മൈക്രോ RNA. മൈക്രോ RNA കണ്ടുപിടുത്തത്തിനാണ് ഗാരി റൂക്കുനും വിക്ടർ ആംബ്രോസിനും കിട്ടിയത്. ഈ മൈക്രോ RNA എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. അത് ജീൻ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ RNA തന്മാത്രയാണ് മൈക്രോ RNA എന്ന് പറയുന്നത്. ജീൻ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ RNA ആണ് ഈ മൈക്രോ RNA എന്ന് പറയുന്നത്. ആളത്ര നിസ്സാരക്കാരനല്ല. ഇത് കോശത്തിന്റെ ജീൻ നിയന്ത്രണത്തിന് അനിവാര്യമായിട്ടുള്ളതാണ്. ജീൻ നിയന്ത്രണത്തിൽ തന്നെ അനിവാര്യമാണ് മൈക്രോ RNA എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ മൈക്രോ RNA കണ്ടുപിടുത്തത്തിനാണ് 2024 നൊബേൽ പ്രൈസ് വൈദ്യശാസ്ത്രത്തിന് കിട്ടിയത്. ഇനി നമുക്ക് എക്കണോമിക്സ് നോക്കണം അല്ലെ. നമ്മളിപ്പോൾ ഏതൊക്കെ പറഞ്ഞു? കെമിസ്ട്രി പറഞ്ഞു, ഫിസിക്സ് പറഞ്ഞു, മെഡിസിൻ പറഞ്ഞു. ഇപ്പം ഇനി നമുക്ക് എക്കണോമിക്സ് നോക്കണം. എക്കണോമിക്സിന് 2023 കിട്ടിയത് നമുക്ക് വളരെ സിമ്പിളാണ്, ഗോൾഡിനാണ്. കാരണം എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഗോൾഡുമായി ബന്ധപ്പെട്ടതല്ലേ. ക്ലോഡിയ ഗോൾഡിനാണ് കിട്ടിയത്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മൊത്തം സമ്പത്തിന്, ഒരു രാജ്യത്തിന്റെ തന്നെ സമ്പത്തിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു സാധനമാണല്ലേ ഗോൾഡ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളുടെ ആണെങ്കിലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഗോൾഡ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും സമ്പന്നരായിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ 2023 എക്കണോമിക്സിന് കിട്ടിയത് ഗോൾഡിനാണ്, ഗ്ലോഡിനാണ്. ഇനി ഇവർക്ക് എന്തിനാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്ത്രീകളുടെ വരുമാനത്തെയും തൊഴിൽ വിപണിയിലെ പങ്കാളിത്തത്തെയും കുറിച്ചുള്ള ആദ്യത്തെ സമഗ്രമായിട്ടുള്ള ഒരു വിവരണം നൽകി. അതിനാണ് സ്ത്രീകളുടെ വരുമാനത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ തൊഴിൽ വിപണിയിലെ അവരുടെ പങ്കാളിത്തത്തെ കുറിച്ചുമുള്ള ആദ്യത്തെ സമഗ്രമായിട്ടുള്ള ഒരു വിവരണം നൽകി. അതിനാണ് ഈ ക്ലോഡിയ ഗോൾഡിന് എക്കണോമിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയത്. അവരിപ്പോ നിലവിൽ സ്ത്രീകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ, തൊഴിൽ രംഗത്താണെന്നുണ്ടെങ്കിലും വരുമാനത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ആ മാറ്റങ്ങൾക്കുള്ള കാരണവും ഇനി അവശേഷിക്കുന്ന ലിംഗവിടവുണ്ടല്ലോ, ആ അവശേഷിക്കുന്ന ലിംഗവിടവിന്റെ പ്രധാന ഉറവിടങ്ങളും അവരുടെ ഗവേഷണത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്ത്രീകളുടെ ഈ വരുമാനത്തിലും അവരുടെ തൊഴിൽ പങ്കാളിത്തത്തിലും ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇപ്പോഴും ചെറിയ രീതിയിലുള്ള എങ്കിലും ലിംഗവിടവ് ഉണ്ടല്ലേ, ആ ലിംഗവിടവിനുള്ള പ്രധാന ഉറവിടങ്ങളും അവരുടെ ഗവേഷണത്തിൽ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനാണ് 2023 ക്ലോഡിയ ഗോൾഡിന് എക്കണോമിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ 2023 ഒരാൾക്ക് മാത്രമേ എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ 2024 വരുമ്പോൾ അത് 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. 3 പേരെ പേര് നമുക്ക് പഠിക്കാൻ സിമ്പിളാണ്. കാരണം നമ്മ സാധാരണ സമ്പത്തൊക്കെ എന്തിനാണ് എടുത്തു വെക്കുന്നത്? ഓരോരുത്തരും സമ്പാദിക്കുന്നത് തന്നെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഓരോരുത്തരും സമ്പാദിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ എക്കണോമിക്സിൽ 2024 കിട്ടിയത് 2 സണ്ണും 1 മോളുമാണ്. ജോൺസൺ റോബിൻസൺ, ഇങ്ങനെ 2 സണ്ണ്. സൺ വരുന്നുണ്ടല്ലോ, ജോൺസൺ, അതുപോലെ റോബിൻസൺ. ജോൺസന്റെ മുഴുവൻ പേര് സൈമൺ ജോൺസൺ എന്നാണ്, സൈമൺ ജോൺസൺ. ഇനി റോബിൻസണിന്റെ മുഴുവൻ പേര് ജെയിംസ് എ റോബിൻസൺ എന്നാണ്. അപ്പൊ 2 സണ്ണുകളായില്ലേ, ജോൺസണും റോബിൻസണും. പിന്നെ ഒരു മോളു എന്ന് പറയുന്നത് ഡാരൻ എസമൊഗ്ലു ആണ്. മൊഗ്ലു എന്നത് നമുക്ക് മോളായിട്ട് എടുക്കാം അല്ലെ, മൊഗ്ലു MOGLU ആണ്. അപ്പൊ മൊഗ്ലു എന്നുള്ളത് നമുക്ക് മോളായിട്ട് എടുക്കാം, ജി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോളായിട്ട് എടുക്കാം. അപ്പൊ ഡാരൻ എസമൊഗ്ലുനും സൈമൺ ജോൺസണും ജെയിംസ് എ റോബിൻസൺ, 2 സണ്ണും 1 മോളും. റോബിൻസണും ജോൺസണും പിന്നെ എസമൊഗ്ലുനുമാണ് എക്കണോമിക്സിൽ 2024 നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ സിമ്പിൾ ആണ്. കാരണം നമ്മൾ സമ്പത്തൊക്കെ ശേഖരിച്ചെടുത്തേക്ക് നമ്മുടെ മക്കൾക്കാണ്, അതായത് മോനും മോൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. മോൻ എന്നുള്ളത് സണ്ണ്, റോബിൻസണും ജോൺസണും.
മോൾ എന്നുള്ളത് മൊഗ്ലു, എസമൊഗ്ലു. ഇവർക്കാണ് 2024 എക്കണോമിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇനി ഇവർക്ക് എന്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയതെന്ന് വെച്ചാൽ ഇവര് സ്ഥാപനങ്ങളുടെ അഭിവൃദ്ധി, ഒരു രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കൃത്യമായിട്ട് ഗവേഷണം നടത്തി. അതിനെയാണ് ഇവർക്ക്, ഒരു സ്ഥാപനത്തിന്റെ അഭിവൃദ്ധി ഒരു രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഗവേഷണത്തിനാണ് ഇവർക്ക് അംഗീകാരം ലഭിച്ചത്. ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് സാമൂഹിക സ്ഥാപനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് ഇവർ തെളിയിച്ചു. ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് സാമൂഹിക സ്ഥാപനങ്ങൾ പ്രധാനമാണെന്ന് ഇവർ തെളിയിച്ചു. അപ്പൊ ഇതിനാണ്, ഈ ഗവേഷണത്തിനാണ് ഇവർക്ക് 3 പേർക്കും 2024 നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇനി നമുക്ക് സമാധാനവും അതുപോലെ സാഹിത്യവും കൂടിയാണുള്ളത്. സമാധാനം, സാഹിത്യം. സമാധാനത്തിന് 2023 നൊബേൽ പ്രൈസ് കിട്ടിയത് നർഗീസ് മുഹമ്മദിനാണ്. നർഗീസ് മുഹമ്മദ് ഇറാനിലുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ, നർഗീസ് മുഹമ്മദ്. ആ നർഗീസ് എന്നുള്ളത് തന്നെ നമുക്ക് നർപീസ് എന്ന് ഓർക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നർഗീസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പീസ് വരുന്നില്ലേ, നർഗീസ്, നർപീസ്, നർഗീസ് മുഹമ്മദ്, അതായത് നർപീസ്, പീസിന്, സന്തോഷത്തിന് നർഗീസ് മുഹമ്മദിനാണ് കിട്ടിയത്. ഇറാനിൽ നിന്നുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ്. നമുക്കറിയാലോ ഇറാനിലെ സ്ത്രീകൾക്ക് നേരെയൊക്കെ വളരെയധികം വലിയ രീതിയിലുള്ള അക്രമങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ ഇതിനെതിരെ ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയാണ് നർഗീസ് മുഹമ്മദ് എന്നുള്ളത്. അവർക്കാണ് 2023 കിട്ടിയത്. 2024 കിട്ടിയത് ഒരു സംഘടനയ്ക്കാണ് കിട്ടിയത്, ജപ്പാനിൽ നിന്നുള്ളൊരു സംഘടന. അതായത് നമുക്കറിയാം 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും നമ്മുടെ അമേരിക്കൻ ബോംബിട്ടുണ്ടായിരുന്നു അല്ലെ. ജപ്പാനിലാണ് ഹിരോഷിമയും നാഗസാക്കിയും. അപ്പോൾ ഈ ജപ്പാനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ടു. അപ്പൊ അണുബോംബാണ് വർഷിച്ചത്. ഈ അണുബോംബിന്റെ ദുരിതം പേറിയിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടെങ്കിലും അതിന്റെ റേഡിയേഷൻ മൂലം ഒരുപാട് പേര് ഇന്നും ദുരിതം അനുഭവിക്കുന്നത്. പല രീതിയിലുള്ള വൈകല്യങ്ങളും പലതരത്തിലുള്ള അസുഖങ്ങളും മൂലം ഒരുപാട് പേര് ഇന്നും അതിനെ അതിജീവിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ അണുബോംബ് വർഷത്തിന്റെ ഇരയായിട്ടുള്ളവരുടെ ഒരു സംഘടനയാണ് നിഹോൺ ഹിൻഡാൻക്യോ എന്ന് പറയുന്നത്. ഒരു ജപ്പാനീസ് സംഘടനയാണ് നിഹോൺ ഹിൻഡാൻക്യോ എന്നുള്ളത്. അപ്പൊ ഈ സംഘടനയ്ക്കാണ് 2024 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ എന്തിനാണ് ഇത്തരത്തിൽ ഈ ഒരു സംഘടനയ്ക്ക് നമ്മുടെ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് അണുവായുധരഹിതമായിട്ടുള്ള ഒരു ലോകം കൈവരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ, ഇവരുടെ ശ്രമങ്ങൾക്ക്, അതായത് ഇനിയൊരിക്കലും ഈ നമ്മുടെ ലോകത്ത് ഒരാളും ഒരു രാജ്യവും അണുവായുധം, ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കരുത്. അതിനുവേണ്ടി ഇവർ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾക്കാണ് എന്ത് കിട്ടിയത്, ഈ സംഘടനയ്ക്ക്, നിഹോൺ ഹിൻഡാൻക്യോ എന്ന് പറഞ്ഞ ഈ സംഘടനയ്ക്ക് 2024 നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇതൊരു സംഘടനയാണ്, ജപ്പാനീസ് സംഘടനയാണ് നിഹോൺ ഹിൻഡാൻക്യോ എന്നുള്ളത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഓർക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നിഹോൺ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഹോൺ ഉണ്ടല്ലോ, ഭയങ്കര ശക്തമായിട്ട് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോലും, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇറിറ്റേഷൻ ആണ്, ഭയങ്കര വലിയ ശബ്ദങ്ങൾ. പ്രത്യേകിച്ച് ഈ ബസ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരിങ്ങനെ ഹോൺ അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരാറില്ലേ. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ തന്നെ ഓർത്താൽ മതി. നിഹോൺ എന്ന് കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോകും. അപ്പൊ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് 2024 കിട്ടിയത് നിഹോൺ. ആ പേര് ഓർക്കാൻ വേണ്ടിയിട്ടാണ് നിഹോൺ ഹിൻഡാൻക്യോ. ബാക്കി നമുക്കറിയാലോ, അതൊരു സംഘടനയാണ്, ജപ്പാനിലുള്ള സംഘടനയാണ്. അത് അണുബോംബിനെ നമ്മുടെ 1945 ഓഗസ്റ്റ് 6 9 നമ്മുടെ അമേരിക്ക ജപ്പാനിൽ വർഷിച്ച അണുബോംബിനെ അതിജീവിച്ചവരുടെ ഒരു സംഘടനയാണ് ഈ നിഹോൺ ഹിൻഡാൻക്യോ എന്നുള്ളത്. അവര് അണുവായുധ രഹിതമായിട്ടുള്ള ഒരു ലോകത്തിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണ 2024 അവർക്ക് ആ സംഘടനയ്ക്ക് നൊബേൽ പ്രൈസ്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇനി നമുക്ക് ലിറ്ററേച്ചർ ആണ് നോക്കാനുള്ളത്, സാഹിത്യമാണ് നോക്കാനുള്ളത്. സാഹിത്യവും നമുക്ക് എളുപ്പമാണ്. 2023 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ഭയങ്കര പോസ് ഉള്ള ഒരാൾക്കാണ്. സ്വതവേ നമുക്കറിയാമല്ലേ, സാഹിത്യകാരന്മാർക്ക് അല്ലെങ്കിൽ സിനിമ ആക്ടേഴ്സിനൊക്കെ ഇതൊരു കോഡായിട്ട് പറയണം, അവർക്കൊക്കെ ഭയങ്കര പോസ് ആയിരിക്കും. അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള ഭയങ്കര പോസ് ആയിരിക്കും. അങ്ങനെ ഓർത്താൽ മതി. 2023 കിട്ടിയത് ഒരു പോസ് ഉള്ള ആൾക്കും 2024 കിട്ടിയത് കുറച്ച് ഹാങ് ആയിട്ടുള്ള ആളാണ്. ചിലർ നമുക്കറിയില്ല, ഇത്തിരി വട്ടുള്ളവരാണ് ഈ സാഹിത്യമൊക്കെ എഴുതാന്ന് പറയാറില്ലേ. അപ്പൊ കുറച്ച് ഹാങ് ആണ് അവരെല്ലാം സ്ലോ മോഷനാണ്, കുറച്ച് ഹാങ് ആയിട്ടുള്ള ഒരാൾ. അപ്പൊ 2023 കിട്ടിയത് കുറച്ച് പോസ് ഉള്ള ആൾക്കും 2024 സാഹിത്യത്തിന് കിട്ടിയത് കുറച്ച് ഹാങ് ആയിട്ടുള്ള ഒരാൾക്കുമാണ് കിട്ടിയതെന്ന് ജസ്റ്റ് ഓർത്തേക്കുക. ഇനി 2023 കിട്ടിയത് പോസ് ഉള്ളത് എന്നതിൽ നമുക്ക് ഫോസ് ജോൺ ഫോസേക്കാണ് കിട്ടിയത്. ജോൺ ഫോസെ ഭയങ്കര പോസ് ഉള്ള ആളല്ല. അപ്പൊ ജോൺ ഫോസേക്കാണ് 2023 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. അദ്ദേഹം ഒരു നോർവീജിയൻ എഴുത്തുകാരനാണ്, നോർവീജിയൻ നാടകകൃത്താണ് ശരിക്കും. അദ്ദേഹത്തിന്റെ നാടകങ്ങൾക്കാണ്, അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശബ്ദം നൽകിയ നൂതനമായിട്ടുള്ള നാടകങ്ങൾക്കും ഗദ്യത്തിനുമായിട്ടാണ് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുത്തത്. 2023 ജോൺ ഫോസേക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ
വാദങ്ങൾക്കാണ് പ്രത്യേകിച്ച്. അദ്ദേഹം നോർവീജിയൻ എഴുത്തുകാരനാണെന്ന് ഓർത്തിരിക്കുക. നോർവീജിയൻ എഴുത്തുകാരനാണ്. 2023 കിട്ടിയത് ഒരു വനിതയ്ക്കാണെന്ന് പറഞ്ഞില്ലേ, കുറച്ചും കൂടി ഹാങ് ആയിട്ടുള്ള ഒരു വനിതയാണെന്ന് പറഞ്ഞു അല്ലെ. ഒരു ഹാങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആദ്യത്തേത് 2023 പോസ് ഉള്ളതും 2024 ഹാങ് ഉള്ളതാണെന്ന് പറഞ്ഞില്ലേ. ഹാൻ കാങ്ങിനാണ് 2024 ലഭിച്ചത്. അവര് സൗത്ത് കൊറിയ എന്നുള്ള ഒരു വ്യക്തിയാണ് ഹാൻ കാങ് എന്നുള്ളത്. ഹാൻ കാങ് ഒരു വനിതയാണ്, സൗത്ത് കൊറിയ എന്നുള്ള ഒരു വനിതയാണ്. സൗത്ത് കൊറിയ. നേരത്തെ പോസെ എന്ന് പറഞ്ഞത് നോർവീജിയൻ എഴുത്തുകാരനാണ്, നോർവേയാണ്. നോർവീജിയൻ എഴുത്തുകാരനാണ് ഹാൻ കാങ് എന്നുള്ളത്. അവര് സൗത്ത് കൊറിയയിൽ നിന്നുള്ള ഒരു എഴുത്തുകാരിയാണ്. അവരുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ദി വെജിറ്റേറിയൻ എന്നുള്ളത്. ദി വെജിറ്റേറിയൻ എന്നുള്ളത് നമ്മുടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് ബാലകൃഷ്ണനാണ് വിവർത്തനം ചെയ്തത്. സി വി ബാലകൃഷ്ണനാണ് ദി വെജിറ്റേറിയൻ എന്നുള്ള കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. അപ്പൊ ദി വെജിറ്റേറിയൻ എന്നുള്ളത് ആരുടെ കൃതിയാണ്? ഹാൻ കാങ്ങിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് ദി വെജിറ്റേറിയൻ എന്നുള്ളത്. ഹാൻ കാങ് ഏത് നാട്ടുകാരിയാണ്? സൗത്ത് കൊറിയ എന്നുള്ളതാണ്. സൗത്ത് കൊറിയയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നൊബേൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കെമിസ്ട്രി പറഞ്ഞപ്പോൾ നമ്മൾ കെമിസ്ട്രി എക്സാമിന് പോയതാണ് ഓർത്തത്. ലൂസ് ആയിട്ടുള്ള പേനയും കൊണ്ട് നമ്മൾ കെമിസ്ട്രി എക്സാമിന് പോയി. അവിടെ ഇരുന്ന് മൂങ്ങി. മിസ്സിന്റെ ഹസ്ബൻഡിന്റെ ബേക്കറി അപ്പുറത്ത് അവിടെ പോയിട്ട് വാങ്ങിച്ചോളാൻ പറഞ്ഞു പേന. നമ്മൾ ചാടി പോയിട്ട് വാങ്ങിച്ചു. അതാണ് രസതന്ത്രം എന്ന് പറഞ്ഞത്. നമ്മൾ ഫിസിക്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഗോസ്റ്റിനെയാണ് ഓർത്തത്. ആ ഗോസ്റ്റിനെ അല്ലെ, ഗോസ്റ്റ് വരുമ്പോൾ നമ്മൾ ക്രോസ് കാണിച്ചിട്ട് നമ്മൾ ആണിയിൽ തറയ്ക്കും അല്ലെ. ഇനി ഗോസ്റ്റിനെ ആണിയിൽ തറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഹിന്റ് ഉണ്ടായിരിക്കും. ആ ഹിന്റിലാണ് നമ്മുടെ ഹോപ്പ് അല്ലെ. അപ്പൊ ഹിൻഡണും ഹോപ്പ് ഫീൽഡും 2024 ഫിസിക്സ് 2 പേർക്കേ ഉള്ളൂ, ഹിൻഡണും ഹോപ്പ് ഫീൽഡും. അവർക്കാണ് 2024 കിട്ടിയത്. മെഡിസിൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വയസ്സായിട്ടുള്ളവരും അതുപോലെ ക്യാരി ആയിട്ടുള്ളവരാണ് കൂടുതൽ മെഡിസിൻസ് കഴിക്കുക. അപ്പൊ വെയ്സ്മാനും പിന്നെ അതുപോലെ കാരിക്കോയ്ക്കുമാണ് 2023 കിട്ടിയത്. 2024 എന്ന് പറയുമ്പോൾ അത് ക്യാരി മാറിയിട്ട് ഗാരിയായി മാറി. ഗാരി. അതേപോലെ തന്നെ നമ്മുടെ ആംബ്രോസ് എന്ന് പറയുമ്പോൾ ആംബുലൻസ് എന്നും ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എക്കണോമിക്സിന്റെ കേസ് വന്നപ്പോൾ ഗോൾഡിനാണ് 2023 കിട്ടിയത്. ഒറ്റ ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ 2023. അത് ഗോൾഡിനാണ്. 2024 വരുമ്പോൾ 2 സണ്ണും 1 മോളും ആണ് അല്ലെ. ജോൺസണും റോബിൻസണും പിന്നെ അസമഗ്ലൂനുമാണ് 2024 കിട്ടിയത്. പിന്നെ അതിനുശേഷം നമ്മൾ സമാധാനം പറഞ്ഞപ്പോൾ, പീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ 2023 നർഗീസ് എന്നതിൽ ഓർക്കാൻ പറഞ്ഞു. നർഗീസ് മുഹമ്മദിനാണ് കിട്ടിയത്. 2024 കിട്ടിയത് ഒരു സംഘടനയ്ക്കാണ്, നിഹോൺ ഹിൻഡാൻക്യോ. ഹോൺ അടിക്കുമ്പോൾ നമ്മുടെ സമാധാനം പോകും, അങ്ങനെ ഓർക്കാൻ പറഞ്ഞു. നിഹോൺ ഹിൻഡാൻക്യോ ഒരു ജപ്പാനീസ് സംഘടനയ്ക്കാണ് കിട്ടിയത്. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആദ്യം കിട്ടിയത് ഒരു പോസ് ഉള്ള ആൾക്കും രണ്ടാമത് കിട്ടിയത് കുറച്ച് ഹാങ് ആയിട്ടുള്ള ആളാണ് അല്ലെ. ആദ്യം കിട്ടിയത് ജോൺ പോസേക്കാണ്. നാടകകൃത്താണ്. നോർവീജിയൻകാരനാണ്. 2024 കിട്ടിയത് കുറച്ച് ഹാങ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഹാൻ കാങ്ങിനാണ് 2024 കിട്ടിയത്. അവര് സൗത്ത് കൊറിയത്തെ എഴുത്തുകാരിയാണ്. സൗത്ത് കൊറിയ. ദി വെജിറ്റേറിയൻ എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ സബ്മിറ്റുകളുടെ വേദിയും പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നൊബേൽ പ്രൈസും നന്നായി പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇനി ഇതിൽ നിന്ന് എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റായിട്ട് പറയുക. തീർച്ചയായിട്ടും അടുത്ത കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളിൽ അതും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.